ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയം ദശകം 4 ശ്ലോകം 15. അർച്ചിരാദിഗതിമീദൃശിം വ്രജൻ വിച്യുതിം ന ഭജതേ ജഗത്പദേ സച്ചിദാത്മകഭവദ്ഗുണോദയാൻ ഉച്ചരന്തമനിലേശ പാഹി മാം. അർച്ചിരാദിഗതിം ഈദൃശീം വ്രജൻ വിച്യുതിം ന ഭജതേ ജഗത്പദേ സച്ചിദാത്മക ഭവദ്ഗുണോദയാൻ. ഗുണോദയാൻ കഴിഞ്ഞാൽ പിന്നെ ഉച്ചരന്തം അനിലേശ മുറിക്കാതെയാണെങ്കിൽ ഭവദ്ഗുണോദയാൻ ഉച്ചരന്തം. ഉച്ചരന്തം മുറിച്ചു കഴിഞ്ഞാൽ ഇനി അവിടെ മാ വേണ്ട, അനിലേശ പാഹിമാം. ഏ ജഗത്പദേ, അല്ലയോ ജഗദീശ്വര, ഈ ദൃശ്യം ഇപ്രകാരമുള്ള അർച്ചിരാദിഗതിം വ്രജൻ, തേജോലോകാദിഗതിയെ പ്രാപിക്കുന്നവനായ യോഗി, വിച്യുതിം ന ഭജതേ, പുനരാവർത്തിയെ പ്രാപിക്കുന്നില്ല, സച്ചിദാത്മക അനിലേശ, സച്ചിദാനന്ദ സ്വരൂപനായ ശ്രീ ഗുരുവായൂരപ്പ, ഭവത് ഗുണോദയാൻ, അവിടുത്തെ ഗുണോത്കർഷങ്ങളെ, ഉച്ചരന്തം മാം പാഹി, കീർത്തനം ചെയ്യുന്ന അടിയനെ രക്ഷിക്കണമേ. ഭവത് ഗുണോദയാൻ ഉച്ചരന്തം, കീർത്തനം സ്മരണം എന്ന 2 രൂപത്തിലുള്ള ഭക്തിയാണ് കാണിക്കുന്നത്. സ്മരണമില്ലാതെ കീർത്തനം സംഭവിക്കുകയില്ലല്ലോ. ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നു, തസ്മാത് സർവാത്മനാരാജൻ ഹരി സർവത്ര സർവദാ ശ്രോതവ്യ കീർത്തിതവ്യശ്ച സ്മർത്തവ്യോ ഭഗവാൻ നൃണാം എന്നിങ്ങനെയാണ് ദ്വിതീയ സ്കന്ധത്തില് 2ാമത്തെ അധ്യായം ഉപസംഹരിച്ചിരിക്കുന്ന ശ്രീ ശുകബ്രഹ്മർഷി. അതിൻ്റെ സാരാണ് ഈ ദശകത്തിൻ്റെ അവസാന പദ്യം. അതായത്, അതുകൊണ്ട് ഹേ രാജൻ, മനുഷ്യർ എല്ലാ കർമ്മങ്ങളിലും എല്ലായ്പ്പോഴും സർവാത്മഭാവത്തോടു കൂടെ കേൾക്കേണ്ടതും കീർത്തിക്കേണ്ടതും സ്മരിക്കേണ്ടതും ശ്രീ ഭഗവാനായ ഹരിയെക്കുറിച്ച് തന്നെയാകുന്നു എന്ന് ശ്രീ ശുകബ്രഹ്മർഷി പരീക്ഷത്തിന് ഉപദേശിക്കുന്നു. അല്ലയോ ജഗദീശ്വര, ഇപ്രകാരമുള്ള തേജോലോകാദി ഗതിയെ പ്രാപിക്കുന്നവനായ യോഗി പുനരാവർത്തിയെ പ്രാപിക്കുന്നില്ല. സച്ചിദാനന്ദ സ്വരൂപനായ ശ്രീ ഗുരുവായൂരപ്പ, അവിടുത്തെ ഗുണോത്കർഷങ്ങളെ കീർത്തനം ചെയ്യുന്ന അടിയനെ രക്ഷിക്കണമേ. അർച്ചിരാദിഗതിമീദൃശിം വ്രജൻ വിച്യുതിം ന ഭജതേ ജഗത്പദേ സച്ചിദാത്മക ഭവദ്ഗുണോദയാൻ ഉച്ചരന്തമനിലേശ പാഹി മാം. അർച്ചിരാദിഗതിമീദൃശിം വ്രജൻ വിച്യുതിം ന ഭജതേ ജഗത്പദേ സച്ചിദാത്മക ഭവദ്ഗുണോദയാനുച്ചരന്തമനിലേശ പാഹി മാം. അർച്ചിരാദിഗതിമീദൃശിം വ്രജൻ വിച്യുതിം ന ഭജതേ ജഗത്പദേ സച്ചിദാത്മക ഭവദ്ഗുണോദയാൻ ഉച്ചരന്തമനിലേശ പാഹി മാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.